ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിൽ പോകാൻ വിചാരിച്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ നാട്ടിൽ പോകാണ്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോവുകയാണ്. എവിടേക്കാണ് പോകണമെന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തറവാട്ടിൽ നിന്ന് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി നമ്മൾ ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ ഗ്യാരേജിലേക്കാണ് പോകണേ. അവിടുന്ന് നമുക്ക് KSRTC ബസ് കയറിയിട്ട് വേണം പോവാൻ. എങ്ങോട്ട് പോവുകയാണെങ്കിലും നമുക്ക് KSRTC ബസ് തന്നെ ശരണം ഗൈസ്. കുറച്ചൊന്ന് സമയം വെച്ചിരുന്നിട്ട് ഞങ്ങൾ ബസ് പോയിനി. എന്തായാലും ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ബസ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾക്ക് ബസ് കിട്ടി. അപ്പം ഞങ്ങൾ പോണത് ഊട്ടിക്കാണ് ഗൈസ്. അപ്പം ഈ തിരക്ക് പിടിച്ചിട്ടിപ്പോൾ നാട്ടിൽ പോകാണ്ട് ഊട്ടിക്ക് പോകണത് എന്താണെന്നുള്ളതല്ലേ ഞങ്ങൾ ചിന്തിക്കേണ്ടാവുക. അപ്പോൾ നമ്മളൊരു അത്യാവശ്യമായിട്ടാണ് ഊട്ടി പോണത്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ പറയാം കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 12:45 ബസ് പറഞ്ഞിരുന്നത്. എന്നാലും അതിൻ്റെ കുറച്ച് മുമ്പ് ബസ് എടുത്തു. അപ്പം ഞങ്ങളിതാ ബസ്സിലൊക്കെ കയറി ഞങ്ങളെ യാത്ര തുടരുകയാണ് ഗൈസ്. അപ്പോൾ ഈ ഊട്ടി പോണ പ്ലാന് ഞങ്ങൾ പെട്ടെന്നുണ്ടായതാണ്. അപ്പോൾ നാട്ടിലൊന്നും പോവാണ്ട് പെട്ടെന്ന് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് തന്നെ അങ്ങനെ കയറാനുള്ള കാരണം അതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ചെറിയ രീതിയിലുള്ള, ഇവിടെ തണുപ്പായവിടെ തന്നെ വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല, നല്ല വെയിലും ഉണ്ട്. നല്ല രസമുള്ളൊരു കാലാവസ്ഥ കേട്ടോ. അങ്ങനെ കാട്ടുകൂടെയും ഒക്കെ അയച്ച് ഞങ്ങളങ്ങനെ പോയിച്ചത്. അപ്പോൾ ഞങ്ങൾ പാട്ടവയൽ പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഇപ്പോൾ എത്തിയിട്ട് നിർത്തിയിട്ടുള്ളത്. ഇവിടുന്ന് കുറേ ആൾക്കാർ കയറണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റും ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് പോവാൻ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ചായത്തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ സ്ഥലത്ത് നമുക്ക് കാണാം ഈ ചായത്തോട്ടവും കാര്യങ്ങളും. അത് നല്ല നിരപ്പായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനും വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നല്ല ആസ്വദിച്ച് ഞങ്ങളെ യാത്ര തുടരാണ് കേട്ടോ ഗൈസ്. എത്തിയിട്ടുണ്ട്. അവിടെ കുറച്ച് നേരം വെയിറ്റിംഗ് ടൈമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. അപ്പോൾ പോന്നുകൊണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മലയൊക്കെ കണ്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നമ്മൾ എടുത്ത് നിൽക്കണ പോലെ തോന്നി. വിട്ടാണെങ്കിൽ നല്ല എടുത്ത് നിൽക്കണ പോലെ. നമ്മൾ കാറിലാണെന്നുണ്ടെങ്കിൽ ഇത്ര ഉയരത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. ബസ്സിലായതുകൊണ്ട് തന്നെ നല്ല ഉയരത്തിൽ നിന്നിട്ട് നമുക്ക് ഇതൊക്കെ കാണാം കേട്ടോ. നല്ല അടിപൊളി കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ.
യാത്ര ചെയ്താലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഉറക്കം പിടിച്ച് നിന്നിട്ട് അങ്ങനെ പോയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ വേഗം ബസ് കയറിയാൽ ചിലപ്പം അധികം ഉറങ്ങലുണ്ട്. ഇത് ഞാൻ ഉറങ്ങാണ്ട് പിടിച്ച് നിന്നിട്ട് ഞാൻ എല്ലാ കാഴ്ചകളും ആസ്വദിച്ച് ഇരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പറയണമെന്ന്. അപ്പം അത്രയ്ക്ക് രസമുണ്ടായിട്ടാണ് ഞാൻ അങ്ങനെ പറയണത്. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ കാണാനൊക്കെ. അപ്പോൾ നമ്മൾ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെയൊക്കെ അയച്ച് എത്തിയിട്ടുണ്ട്. പൈൻ ഫോറസ്റ്റ് തന്നെയാണോ അല്ലെങ്കിൽ ഇത് യൂക്കാലിപ്സ് ആണോ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. പൈൻ ഫോറസ്റ്റ് എന്നും പറയുന്നുണ്ട്, യൂക്കാലിപ്സിൻ്റെ പേരാണെന്നും പറയുന്നുണ്ട്. എനിക്കേതായാലും ശരിക്കും അറിയില്ല. നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കുറേ മരങ്ങൾ ഇങ്ങനെ കൂടി നിൽക്കണ ഇടയിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അടിപൊളിയാണ്, നല്ല രസമാണ് കാണാൻ. അങ്ങനെ ഇതാ ഞങ്ങൾ വീണ്ടും ഞങ്ങളെ യാത്ര ഇങ്ങനെ തുടർന്നു പോന്നു. ഇവിടുന്ന് കുറച്ചൊക്കെ പോയിട്ടാണ് നമ്മളെ പായ്ക്കര ബോട്ട് ഹൗസും കാര്യങ്ങളും അതേപോലെ പൈൻ ഫോറസ്റ്റിൻ്റെ ഒരു സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ ഫോട്ടോ എടുക്കണതൊക്കെ അല്ലേ, അതൊക്കെ ഇവിടെ ഇങ്ങനെ അയച്ചാണ്. അവിടെ ബസ്സിലായതുകൊണ്ട് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. നമ്മൾ പിന്നെ ലക്ഷ്യം വെക്കുന്നത് ഊട്ടിയിലെത്താനാണല്ലോ. അപ്പം ഞങ്ങളങ്ങനെ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തായാലും നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ഞാൻ ശരിക്കും വീഡിയോ കണ്ടെടുത്ത് പിടിച്ചിട്ട് ഞാൻ പുറത്തുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുതിയൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയൊരു സ്ഥലത്ത് നമ്മൾ നിർത്തി. അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാനുള്ളവർക്കൊക്കെ ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ടൊക്കെ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ കഴിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ കടലയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളങ്ങനെ കുറച്ച് നേരം നിർത്തിയിട്ടായിരുന്നു അവിടെ. അതൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് പോരുകയാണ്. ഞാൻ കമ്പം വാങ്ങിയിട്ട് അത് കഴിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ ഇഷ്ടം പോലെ സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ട് ചായത്തോട്ടം അതേപോലെ തന്നെ വേറെ എന്തൊക്കെയോ കുറേ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ കാണാൻ പറ്റും. നമുക്ക് ഇഷ്ടം പോലെ കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ.
ഗൈസ് നിങ്ങൾ ഈ വീടുകളൊക്കെ ഉണ്ട് എന്ത് രസമല്ലേ കാണാൻ. നമ്മളെ റെയിൻബോ ഒക്കെ കാണുന്ന പോലെ കളർഫുള്ളായിട്ട് ഭയങ്കരമായിട്ട് കളർഫുള്ളായിട്ടുള്ള വീടുകൾ, അതും എടുത്തെടുത്തായിട്ട് തട്ടൊക്കെ ആയിട്ടാണ് ഈ വീടുകൾ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മൾ വീട്ടിൽ നിന്ന് കാണുമ്പോഴാണ് കൂടുതൽ ഭംഗി. അങ്ങനെ തന്നെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ KSRTC ബസ്സൊക്കെ നിർത്തുന്ന ഊട്ടിയിലുള്ള അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇനി ഇവിടെ ഇറങ്ങിയിട്ട് ആപ്പാൻ്റെ ഒപ്പം നമുക്ക് ആപ്പാൻ്റെ ഗസ്റ്റ് ഹൗസ് പോകണം. അപ്പോൾ ഇറങ്ങാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ്, എല്ലാവരും തിരക്കൂട്ടി ഇറങ്ങാൻ നിൽക്കുകയാണ്. അവരൊക്കെ ഇറങ്ങിയിട്ട് ഇറങ്ങാൻ വിചാരിച്ച് ഞാൻ അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ കുറച്ച് അപ്പുറത്തുള്ള ഒരു ചായക്കടയിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കാനും വേണ്ടിയിട്ട് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ, ഭയങ്കരമായിട്ടുള്ളതില്ല, ചെറിയൊരു തണുപ്പുണ്ട്. അപ്പോൾ ആപ്പ പറഞ്ഞു അവിടെ നല്ല തിരക്കുള്ള സ്ഥലമാണ്, നിങ്ങൾ കുറച്ച് മുമ്പോട്ട് വരിക പറഞ്ഞിട്ട് ഞങ്ങൾ ആപ്പാനെ തിരഞ്ഞ് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കൂടെ നടക്കണം ഗൈസ്. അങ്ങനെ ഞങ്ങൾ അറ്റ്ലാസ്റ്റ് ആപ്പാനെ കണ്ടുപിടിച്ചു ഗൈസ്. അവന് ആപ്പാൻ്റെ ഒപ്പം ഞങ്ങൾ കാർ കയറിയിട്ട് ആപ്പാൻ്റെ ഗസ്റ്റ് ഹൗസ് പോവാണ്. അപ്പോൾ ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട്, കുറേ നേരമായില്ലേ ചടച്ചിങ്ങനെ ബസ്സിലിങ്ങനെ ഇരിക്കണേ. അപ്പോൾ ചെറിയൊരു ക്ഷീണമുണ്ട്, എന്നാലും നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെ വയനാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ദൂരം, നമ്മൾ നാട്ടിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തണ ആ ഒരു ദൂരം തന്നെ ഉള്ളൂ വയനാട്ടിൽ നിന്ന് ഊട്ടിക്ക്. പക്ഷെ നാട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോൾ നല്ല ചടക്കും. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഉണ്ട് കേട്ടോ ബോട്ട് ഹൗസ്, നമ്മളെ ഗസ്റ്റ് ഹൗസിൻ്റെ അടുത്തായിട്ടുണ്ട് ബോട്ട് ഹൗസ്. അവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളെ റിസോർട്ടൊക്കെയുള്ള അവിടേക്ക് കയറുകയാണ് ഗൈസ്. റിസോർട്ടുള്ള ഞങ്ങളെ ഗസ്റ്റ് ഹൗസിൻ്റെ അവിടേക്കുള്ള റോഡൊക്കെ കയറിയിട്ട് ഞങ്ങൾ പോവുകയാണ്. റിസോർട്ട് ഗസ്റ്റ് ഹൗസ് എന്നൊക്കെ മാറിപ്പോണ്ട് വലിയാണ്. ഗസ്റ്റ് ഹൗസ് ആണോ എന്ന് എനിക്ക് ശരിക്കാണ് അറിയില്ല. ഇതൊരു വലിയൊരു ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗേറ്റ് തുറന്നിട്ട് വലിയൊരു സ്ഥലം, അവിടെ കുറേ ഇതേപോലത്തെ വീടുകളുണ്ട്. നമ്മളെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ടൈപ്പ് ചെറിയ 2 നിലയൊക്കെ ആയിട്ടുള്ള അത്യാവശ്യം 3 റൂമൊക്കെ ആയിട്ടുള്ള ഒരു വീട് കേട്ടോ. അങ്ങനെ നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വില്ലൻ്റെ അടുത്തും ഇതേപോലെയുള്ള കുറേ കുഞ്ഞു വീടുകൾ ആണ് ഇതുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ ഇനി ഊട്ടി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ.